മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന കെ.പി. ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കണ്ട സമാനതകളില്ലാത്ത പാർലമെന്റേറിയനെയാണ് ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ രാജ്യത്തിലെ തന്നെ ശക്തനായ വക്താവിനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചിരുന്നു. പത്രപ്രവർത്തനത്തിലെ മൂർച്ചയേറിയ നിരീക്ഷണങ്ങൾ പിന്നീട് പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പ്രകടമായിരുന്നു. 1971 മുതൽ 1996 വരെ തുടർച്ചയായ 6 തവണ വടകര മണ്ഡലത്തെ അദ്ദേഹം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. 25 വർഷം നീണ്ട ആ പാർലമെന്ററി ജീവിതം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായാണ് അദ്ദേഹം വടകരയിൽ നിന്ന് വിജയിച്ചു വന്നത്. ഇടതുപക്ഷ മൂല്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. വി.പി. സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഷിപ്പിംഗ്, ഉപരിതല ഗതാഗത വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ദേശീയപാതകളുടെ വികസനത്തിലും ഷിപ്പിംഗ് രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബോഫേഴ്സ് തോക്ക് ഇടപാട് പോലുള്ള വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല. പാർലമെന്റിനകത്തും പുറത്തും അഴിമതിക്കെതിരെ അദ്ദേഹം ധീരമായ നിലപാടുകൾ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിലെ പല പദ്ധതികളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. കോൺഗ്രസിനുള്ളിൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം എക്കാലവും ശ്രമിച്ചു. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തന്റെ തനിമ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1990-ലെ ഗൾഫ് യുദ്ധകാലത്ത് കുവൈറ്റിൽ കുടുങ്ങിയ 1.5 ലക്ഷത്തോളം മലയാളികളെ സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച നേതൃപരമായ പങ്ക് സമാനതകളില്ലാത്തതാണ്. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് ബാഗ്ദാദിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് സദ്ദാം ഹുസൈനെ നേരിട്ട് കാണാൻ അദ്ദേഹം ധൈര്യം കാട്ടി. ഈ കൂടിക്കാഴ്ചയാണ് മലയാളികളുടെ മടക്കയാത്ര വേഗത്തിലാക്കിയത്. രാജ്യത്ത് ഉയർന്നു വന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. സംഘപരിവാർ അജണ്ടകളെ തുറന്നു കാട്ടാൻ തന്റെ പ്രാഗൽഭ്യം അദ്ദേഹം പ്രയോജനപ്പെടുത്തി. 1991-ൽ ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്, ലീഗ്, ബി.ജെ.പി. സഖ്യം വടകരയിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നാൽ ജനങ്ങൾ ഉണ്ണികൃഷ്ണനൊപ്പമാണ് നിന്നതെന്ന് മുഖ്യമന്ത്രി ഓർത്തെടുത്തു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലപാടുകൾക്കായി അദ്ദേഹം എപ്പോഴും ശബ്ദമുയർത്തി. ചേരിചേരാ നയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മലയാളി എന്ന നിലയിൽ ഓരോ കേരളീയനും അഭിമാനിക്കാൻ വക നൽകിയ നേതാവായിരുന്നു കെ.പി. ഉണ്ണികൃഷ്ണൻ. നിർണായക ഘട്ടങ്ങളിൽ രാജ്യം അദ്ദേഹത്തിന്റെ വാക്കിനായി കാതോർത്തു. രാഷ്ട്രീയം മാത്രമല്ല, ചരിത്രം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മികച്ചൊരു പ്രസംഗകൻ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെട്ടു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഒരു ഇതിഹാസമാണ് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കെ.പി. ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലം ഓർക്കുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി കുറിപ്പ് അവസാനിപ്പിച്ചത്.